നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ദേശീയ പാർട്ടി പദവി CPM-ന് ഇല്ലാതായാൽ അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന പാർട്ടി ചിഹ്നം നഷ്ടപ്പെടുമെന്നും പിന്നീട് മരപ്പെട്ടിയുടെയോ ഈനാമ്പേച്ചിയുടെയോ ചിഹ്നത്തിൽ മത്സരിക്കേണ്ട ഗതികേട് വരും എന്ന് ഒരു പ്രമുഖ നേതാവിൽ നിന്ന് ജാത്യാധിക്ഷേപം നേരിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രസ്താവന പിൻവലിക്കാത്തതിൽ പ്രതിഷേധിച്ച് മലയാളികളായ ഈനാമ്പേച്ചികളും മരപ്പട്ടികളും കൂട്ടത്തോടെ കേരളം വിട്ടേക്കും. മനുഷ്യർക്ക് മാത്രമല്ല, ഒരുപക്ഷെ അവരിലും കൂടുതലായി ജനിച്ച ജാതിയിലും വർഗത്തിലും മതിപ്പുള്ളവരാണ് മറ്റ് ജീവജാലങ്ങൾ. പാർട്ടി ചിഹ്നം നഷ്ടപ്പെടുത്തുന്നതിൻ്റെ അങ്കലാപ്പിൽ തുടർന്നും അധിക്ഷേപം സഹിക്കാൻ ഇവർ തയ്യാറായേക്കില്ല. ഇതേ പാർട്ടിയെ പേടിച്ച് എത്രയോ ബംഗാളികൾ അവിടം കാലിയാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞു എന്നേയുള്ളൂ. ആനപ്പുറത്തിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അഹങ്കാരവും അട്ടഹാസവും ഇപ്പോഴും അവകാശമായി കൊണ്ടു നടക്കുന്ന പാർട്ടിയാണ് CPM. സീറ്റുകൾ കുറഞ്ഞാലെന്ത്, അഹങ്കാരത്തിന് ലേശം പോലും കോട്ടം തട്ടിയിട്ടില്ലാത്തതിൻ്റെ ആശ്വാസത്തിലാണ് അവർ. പുറകിൽ സാമ്രാജ്യത്വ ഫാസിസ്റ്റ് വിരുദ്ധ ശക്തികൾക്കെതിരെ അഹങ്കാരവും അക്രമവും അട്ടഹാസവും സമന്വയിപ്പിച്ചുള്ള പോരാട്ടത്തിലാണ് ഇവർക്ക് വിശ്വാസം. ബംഗാളിലും ത്രിപുരയിലും നടത്തിയതും ഇപ്പോൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ പോരാട്ടങ്ങളുടെ കിതപ്പിലാണ് അവർ. കാരണം എന്താണെന്നല്ലേ? അതെ, ദേശീയ പാർട്ടി പദവി നിലനിർത്താനുള്ള കിതപ്പ്. 3 സംസ്ഥാനങ്ങളിലെ വല്യേട്ടൻ പട്ടം തീരെഴുതി വാങ്ങിയവരാണ് ഇവർ. അഹന്തയെ അഭിമാനമായി കൊണ്ടു നടക്കുന്ന വല്യേട്ടൻ സൂത്രശാലികളാണിവർ. ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടുമോ എന്ന അങ്കലാപ്പോ കിതപ്പോ ഒന്നും പുറം ലോകം അറിയാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. തല താഴാതിരിക്കാനും പഴയ ആഠ്യത്വം പോയിട്ടില്ലെന്ന് പുറം ലോകം അറിയാതിരിക്കാനും കൃത്യമായ ഇടവേളകളിൽ മറ്റുള്ളവരുടെ മേക്കിട്ട് കയറുക എന്ന പതിവ് പരിപാടി വളരെ ഭംഗിയായി തന്നെ കൊണ്ടു നടക്കുന്നുമുണ്ട്. പാർട്ടിയിലെ മുതിർന്നവർക്ക് അതിന് കഴിയുന്നില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, ചുവപ്പ് കുഞ്ഞുങ്ങളെ കൊണ്ട് കലാലയങ്ങളിൽ അവരത് കൊന്നു കൊലവിളിക്കുന്നുമുണ്ട്. പക്ഷേ ദേശീയ പാർട്ടി എന്ന പദവി നിലനിർത്താൻ ഇതൊന്നും പോരല്ലോ. യോഗ്യതാ മാനദണ്ഡങ്ങൾ മറ്റ് പലതും ഒക്കെയല്ലേ. ഏതെങ്കിലും 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവി നേടിയിരിക്കണം. 4 സംസ്ഥാനങ്ങളിൽ നിന്ന് 6% വോട്ട് ലഭിച്ചിരിക്കണം. അല്ലെങ്കിൽ ലോക്സഭയിൽ 4-ലധികം സീറ്റുകൾ. ഇവയൊക്കെയാണല്ലോ ദേശീയ പാർട്ടികൾക്കായുള്ള രാജ്യത്തെ മാനദണ്ഡങ്ങൾ. ഇനി ഒരുപക്ഷെ ഈ നിയമത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുമൊക്കെ പറഞ്ഞ് എന്നാണാവോ പ്രമേയം പാസ്സാക്കുന്നത്? കണ്ടറിയാം. സർവ്വ തരികിടയും എടുക്കുമിവർ. BJP, കോൺഗ്രസ്, CPIM, ബഹുജൻ സമാജ് പാർട്ടി, നാഷണൽ പീപ്പിൾസ് പാർട്ടി, ആം ആദ്മി പാർട്ടി എന്നീ 6 പാർട്ടികൾക്കാണ് നിലവിൽ രാജ്യത്ത് ദേശീയ പാർട്ടി പദവിയുള്ളത്. എന്നാൽ 2024 തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ CPM-ൻ്റെ ദേശീയ പാർട്ടി പദവി എന്ന തഴമ്പ് തേഞ്ഞ് ഇല്ലാതാകാനാണ് സാധ്യത. സത്യത്തിൽ 2019 തന്നെ ഇവർക്ക് ദേശീയ പാർട്ടി എന്ന സ്ഥാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. പലരുടെയും കൈയും കാലും പിടിച്ചാണ് നാളിതുവരെ ചിഹ്നം നിലനിർത്തിപ്പോകുന്നത്. പക്ഷേ ഇത്തവണ അതിന് സാധിക്കണം എന്നില്ല. ഇത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ വല്യേട്ടൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേങ്കിലെന്ത്, പരമ്പരാഗതമായി കൊണ്ടു നടക്കുന്ന അർമാദിക്കലിന് മാത്രം ഒരു കുറവുമില്ല. ചുവപ്പെന്നോ അരിവാൾ ചുറ്റുക എന്നോ പറഞ്ഞാൽ ബംഗാളിലെയും ത്രിപുരയിലെയും ജനങ്ങൾക്ക് അത് എന്താണ് എന്ന് തിരിച്ചറിയാൻ പോലും ഇന്ന് കഴിയാത്തതിന് പിന്നിലെ കാരണവും ഈ അർമാദിക്കലായിരുന്നു. ചുവപ്പും അരിവാളും വിളഞ്ഞു കൊഴുത്തു നിന്നിരുന്ന ഊഷരഭൂമികൾ ഇപ്പോൾ അവർക്ക് തരിശു ഭൂമിയാണ്. ദൈവത്തിൻ്റെ സ്വന്തം ഭൂമിയായ കേരളത്തിനെയും ചുവപ്പിൻ്റെ ശവപ്പറമ്പാക്കി തീർത്തേ അടങ്ങൂ എന്ന വല്യേട്ടൻ്റെ വാശിക്കു പിന്നിലെ ആത്മാർത്ഥത നാം കേരളീയർ കാണാതിരുന്നുകൂടാ. കഴിഞ്ഞ ഏറെ കൊല്ലങ്ങളായി, കൃത്യമായി പറഞ്ഞാൽ 2 പതിറ്റാണ്ടായി CPM-ൻ്റെ രാഷ്ട്രീയ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 2004 ലോക്സഭയിൽ 43 സീറ്റുകളുടെ അന്തസ്സും ആരോഗ്യവും ഉണ്ടായിരുന്ന പാർട്ടിയാണിത്. വല്യേട്ടൻ എന്ന CPM-ൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിച്ചിരുന്ന കാലം. തട്ട് കിട്ടുമോ എന്ന ഭയത്തിലായിരുന്നില്ല, ആശ്രയമായിട്ടായിരുന്നു ആൾക്കാർ അന്നൊക്കെ CPM-നെ കണ്ടിരുന്നത്. പാർട്ടിയുടെയും പാർട്ടി നേതാക്കളുടെയും സ്വഭാവത്തിലുണ്ടായ മാറ്റവും പാർട്ടിയിൽ ജനങ്ങൾക്കുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടതിൻ്റെ പ്രതിഫലനവും കാണണമെങ്കിൽ 2000-ന് ശേഷമുള്ള തിരഞ്ഞെടുപ്പ് ഫലങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ മാത്രം മതി. 2004 43 സീറ്റുകളിൽ നിന്ന് 2009 16 സീറ്റുകളായി കുറഞ്ഞിരുന്നു. വോട്ട് വിഹിതം കുറഞ്ഞില്ലല്ലോ എന്നതായിരുന്നു അന്നത്തെ ന്യായം. 2014 വന്നപ്പോൾ അതും തീർന്നു. വോട്ട് വിഹിതം 4% താഴെ മാത്രമായി. ജയിച്ചതോ 9 സീറ്റുകളിൽ മാത്രം. ചുരുക്കത്തിൽ 2019 ആയപ്പോഴേക്കും വല്യേട്ടൻ വല്ലാണ്ട് മെലിഞ്ഞ് എല്ലും തോലുമായി കഴിഞ്ഞിരുന്നു. കയ്യിലിരിപ്പ് കൊണ്ട് കയ്യിലാക്കാൻ കഴിഞ്ഞത് കേവലം 3 സീറ്റുകൾ മാത്രം. 2004 6% ഉണ്ടായിരുന്ന വോട്ട് ഷെയർ 4 ആൾക്ക് മുന്നിൽ ഉറക്കെ പറയാൻ കൊള്ളാത്ത അവസ്ഥയിൽ കുത്തനെ ഇടിഞ്ഞുവെന്ന് പറയേണ്ടതില്ലല്ലോ. ഇപ്പോഴിതാ കിടന്നു നിലവിളിക്കുന്നു. ചിഹ്നം നഷ്ടപ്പെട്ടാൽ പിന്നെ മരപ്പൊട്ടിയുടെയും ഈനാമ്പച്ചിയുടെയും ചിഹ്നങ്ങളിൽ മത്സരിക്കേണ്ടി വരും പോലും.
ബദ്ധവൈരികളായ കോൺഗ്രസിനെയും കൂട്ടുപിടിച്ച് രാഹുൽ ഗാന്ധിയുടെ പടവും വച്ച് കേരളത്തിന് പുറത്ത് മത്സരിക്കുന്നതിൽ അഭിമാനിക്കുന്ന കോൺഗ്രസ് വിരോധികളാണ് CPM-കാർ. എന്തുകൊണ്ടാണ് ഈ പാർട്ടി എന്താ ഇങ്ങനെ എന്നോ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഈ പാർട്ടി ഇല്ലാത്തതെന്താ എന്നുമൊക്കെയുള്ള അനാവശ്യ ചോദ്യങ്ങളൊന്നും ആരും ചോദിച്ചേക്കരുത്. കനൽ ഒരു തരി മതി എന്നാകും ഉത്തരം. ദേശീയ പാർട്ടി പദവി നിലനിർത്തണമെങ്കിൽ മൊത്തം സീറ്റുകളായ 543-ന്റെ 2%, അതായത് 11 ലോക്സഭാ സീറ്റുകളെങ്കിലും CPM-ന് ലഭിക്കണം. ഈ 11 സീറ്റുകൾ 3-ഓ അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നാകണം ലഭിക്കേണ്ടത്. 1-ഓ 2-ഓ സംസ്ഥാനങ്ങളിൽ നിന്ന് പോരാ എന്നർത്ഥം. ഇന്ത്യയിലെവിടെയും ഒരേ ചിഹ്നത്തിൽ മത്സരിക്കാമെന്നതുൾപ്പെടെ ഓൾ ഇന്ത്യ റേഡിയോയിലും ദൂരദർശനിലും തിരഞ്ഞെടുപ്പ് പരസ്യത്തിനായുള്ള ഫ്രീയായി ലഭിക്കുന്ന സമയം, തലപ്പത്തിരിക്കുന്ന നേതാവിന് സർക്കാർ വക താമസ സൗകര്യം, കേന്ദ്ര പാർട്ടി ഓഫീസുകൾ സ്ഥാപിക്കാനുള്ള സ്ഥലങ്ങൾ എന്നീ സൗകര്യങ്ങളാണ് ദേശീയ പാർട്ടികൾക്കുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ. ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ലോക്സഭയിലേക്കോ നിയമസഭയിലേക്കോ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റുകളൊന്നും നേടാനായില്ലെങ്കിൽ കൂടി അവിടെ പോൾ ചെയ്ത സാധുവായ വോട്ടുകളുടെ 8% നേടിയാൽ സംസ്ഥാന പാർട്ടിയായി അംഗീകരിക്കപ്പെടും. സംസ്ഥാന പാർട്ടി പദവിക്കായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മാനദണ്ഡങ്ങൾക്ക് ഉപരിയായിട്ടുള്ളതാണ് ഇത്. പലപ്പോഴും ഇതിലൊക്കെ കടിച്ചു തൂങ്ങിയാണ് രക്ഷപ്പെട്ടു പോകുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും ത്രിപുരയിലും ഉൾപ്പെടെ 3 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് CPM-ന് ഇപ്പോൾ സംസ്ഥാന പാർട്ടി പദവി ഉള്ളത്. കേരളത്തിലും ത്രിപുരയിലും വോട്ട് വിഹിതവും തമിഴ്നാട്ടിൽ MP സ്ഥാനവും ഉള്ളതുകൊണ്ടാണിത്. ഇതുതന്നെ എത്രനാൾ നിലനിൽക്കും എന്ന് കണ്ടറിയണം. 3 പതിറ്റാണ്ടിലേറെ CPM അടക്കിവാണ് ബംഗാളിൽ CPM ഇപ്പോൾ സംപൂജ്യരാണ്. ജനങ്ങൾക്ക് കാര്യങ്ങൾ മിക്കവാറും എല്ലാം തന്നെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ പ്രബുദ്ധർ മാത്രമാണ് ഇനി മിച്ചം. ഇവിടെ നിന്ന് പരമാവധി സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യമാണ് മുന്നിലെ ഒരേ ഒരു പോംവഴി. അതുകൊണ്ടാണ് ഇടുക്കി, എറണാകുളം, പൊന്നാനി എന്നിവിടങ്ങളിൽ സ്വതന്ത്രരെ പോലും പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുന്നത്. ഇനിയും എന്തേ ഇവർ നന്നാകാത്തത് എന്ന് ചോദിക്കണമെന്നുണ്ട് ജനത്തിന്. ചോദിക്കുന്നില്ല എന്നു മാത്രം. സമാധാനത്തോടെ ജീവിക്കണ്ടേ? പക്ഷേ എല്ലാം കാണുകയും സഹിക്കുകയും ചെയ്യുന്ന ജനം ചിലതൊക്കെ മനസ്സിൽ കരുതി വച്ചിട്ടുണ്ട്. അതറിയാൻ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ കാത്തിരുന്നേ മതിയാകൂ.